പൂരത്തിനൊരുങ്ങി തൃശൂർ നഗരം. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് വൈകിട്ട്. സാമ്പിൾ വെടിക്കെട്ട് TCVയിൽ തത്സമയം. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി. അജിത് കുമാറിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്ന് ആക്ഷേപം. മുരിയാട് നിയന്ത്രണം വിട്ട ബൈക്ക് അമ്പ് പ്രദക്ഷിണത്തിനിടയിലേക്ക് പാഞ്ഞുകയറി അപകടം. 14 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. നെന്മണിക്കര ചെറുവാളിൽ ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് കുത്തേറ്റു. ചെറുവാൾ സ്വദേശികളായ യുവാക്കൾക്കാണ് കുത്തേറ്റത്. വാർത്തകൾ വിശദമായി. പൂരത്തിനൊരുങ്ങി തൃശൂർ നഗരം. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. പാറമേക്കാവിന്റെ ക്ഷേത്രം അഗ്രശാലയിലും തിരുവമ്പാടിയുടെ കൌസ്തുഭം ഓഡിറ്റോറിയത്തിലുമാണ് ചമയ പ്രദർശനം. ഇന്ന് രാത്രി 10 വരെയും നാളെ രാത്രി 12 വരെയും ചമയ പ്രദർശനം നടക്കും. പൂരവിളംബരം അറിയിച്ച് നാളെ രാവിലെ നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുര നട തുറക്കും. ചമയ പ്രദർശനം വൈകിട്ട് 4:30 മുതൽ 7 വരെയും തുടർന്ന് നടക്കുന്ന സാമ്പിൾ വെടിക്കെട്ടും TCV തത്സമയം സംപ്രേഷണം ചെയ്യും. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. വൈകിട്ട് 7 മണിയോടെയാണ് സാമ്പിളിന് തിരികൊളുത്തുക. വെടിക്കോപ്പുകൾ വെടിക്കെട്ട് പുരകളിലെത്തിച്ചു. തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി മുണ്ടത്തിക്കോട് സതീഷും പാറമേക്കാവിനു വേണ്ടി കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബുമാണ് വെടിക്കെട്ട് ഒരുക്കുന്നത്. തിരുവമ്പാടിയാണ് ആദ്യം സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തുന്നത്. തുടർന്ന് പാറമേക്കാവിന്റെ വെടിക്കെട്ടും നടക്കും. സ്വരാജ് റൌണ്ടിൽ ഇറങ്ങി നിന്ന് വെടിക്കെട്ട് കാണാൻ അനുവദിക്കുമെന്നതാണ് തീരുമാനം. നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കഴിഞ്ഞ പൂരത്തിന് മണിക്കൂറുകൾ കാത്തുനിന്നവർ പോലും വെടിക്കെട്ട് കാണാനാകാതെ തിരിച്ചുപോയത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. തിങ്കളാഴ്ച പൂരത്തിന് നാന്ദി കുറിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നിടും. ചൊവ്വാഴ്ചയാണ് പൂരം. വർണ്ണക്കുടകളുടെയും ആനയലങ്കാരങ്ങളുടെയും വിസ്മയ കാഴ്ച പൂരനഗരിക്ക് സമ്മാനിച്ചുകൊണ്ട് തൃശൂർ പൂരം ചമയ പ്രദർശനത്തിന് തുടക്കമായി. പാറമേക്കാവ് അഗ്രശാലയിൽ ആരംഭിച്ച പാറമേക്കാവിന്റെ ചമയ പ്രദർശനം തൃശൂർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി, റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ് എന്നിവർ ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് MR അഭിലാഷിനെയും പ്രമുഖ ആനചികിത്സാ വിദഗ്ധൻ ഡോക്ടർ PB ഗിരിദാസിനെയും ചമയ പ്രദർശനത്തിന്റെ അണിയറ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവ് ദേവസ്വം സ്വകാര്യ സ്ഥാപനവുമായി ചേർന്ന് നൽകുന്ന ധനസഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു. ആനകൾ അണിയുന്ന കച്ചക്കയർ, കഴുത്തുമണി, പള്ളമണി തുടങ്ങിയവയ്ക്കൊപ്പം സ്വർണ്ണക്കുടകൾ, നെറ്റിപ്പട്ടം, ആലവട്ടം തുടങ്ങിയവയും ഏതാനും സ്പെഷ്യൽ കുടകളുമാണ് പാറമേക്കാവ് അഗ്രശാലയുടെ 2 നിലകളിലായി സജ്ജീകരിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചയും ചമയ പ്രദർശനം തുടരും. തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനത്തിന് കൌസ്തുഭം ഹാളിൽ തുടക്കമായി. സ്വാമി സദ്ഭവാനന്ദ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സൈഫുദ്ദീൻ അൽ ഗാസിമി ഇമാം, കൽദായ സുറിയാനി മെത്രാപോലിത്ത മാർ ഔഗിൻ കുര്യാക്കോസ് എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, റവന്യൂ മന്ത്രി കെ രാജൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പോലീസ് കമ്മീഷണർ R ഇളങ്കോ, മുൻ മന്ത്രി VS സുനിൽകുമാർ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് TA സുന്ദർ മേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ എന്നിവർ ചേർന്ന് തിരിതെളിയിച്ചു. അഡ്വക്കേറ്റ് അഭിലാഷ്, ആനചികിത്സൻ ഡോക്ടർ PB ഗിരിദാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 2 നിലകളിലായാണ് ചമയ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. മുകൾ നിലയിൽ ആലവട്ടം, വെഞ്ചാമരം, നെറ്റിപ്പട്ടം, വലിയ മണികൾ, ചെറിയ മണികൾ, പള്ളമണി, കഴുത്തുമണി, കാൽമണി, കച്ചക്കയർ, കോലം, വർണ്ണാഭമായ കയറുകൾ തുടങ്ങിയവയും താഴത്തെ നിലയിൽ പട്ടുകുടകളും കുടമാറ്റ സമയത്ത് ഉയർത്താനുള്ള രൂപങ്ങളുമാണ് അണിനിരത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ചയും ചമയ പ്രദർശനം തുടരും. TCV തൃശൂർ. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി. MR അജിത് കുമാറിനെ മന്ത്രി പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്നാണ് ആക്ഷേപം. ADGP സ്ഥലത്തുണ്ടായിരുന്നെന്ന് അറിഞ്ഞാണ് ഫോണിൽ വിളിച്ചത്. പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്ന് DGPയുടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ മന്ത്രി കെ രാജൻ മൊഴി നൽകി. പൂരം കലക്കലിൽ DGP ഈ മാസം റിപ്പോർട്ട് നൽകും. വിഷയത്തിൽ ADGPയുടെ വിശദീകരണവും അന്വേഷണ സംഘം രേഖപ്പെടുത്തും.
കഴിഞ്ഞ വർഷം പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവന്ന തന്റെ മൊഴി വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴി നൽകിയത്. അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മൊഴിയിൽ നൽകിയിട്ടുള്ളതെന്നും അതിപ്പോൾ വിവാദമാക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നും മന്ത്രി പറഞ്ഞു. ഒരു മൊഴി പുറത്തു വരേണ്ട സമയം ഏതാണ്, പുറത്തു കൊണ്ടുവരാൻ നിശ്ചയിക്കുന്ന സമയം ഏതാണെന്നൊക്കെ ഓരോരുത്തരും അജണ്ട തീരുമാനിക്കും. ഇപ്പോൾ വന്ന കാര്യത്തിൽ മാധ്യമങ്ങളുടെ മുമ്പാകെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. മൊഴി കൊടുത്തു എന്നുള്ളതിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. മൊഴി കൊടുത്തത് രേഖാപ്രകാരമാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഓരോ ചാനലുകളും പറയുന്ന കാര്യങ്ങൾ ഞാൻ വായിച്ചില്ലല്ലോ. രാവിലെ തൊട്ട് ഞാൻ ഘടകപുരങ്ങളിലേക്ക് പോയൊക്കെ അല്ലേ ആയിരുന്നത്. പിന്നെ മൊഴി കൊടുത്തത് എന്താണെന്ന് മൊഴി വായിച്ച് കേട്ട് ഒപ്പിട്ട് കൊടുത്ത ആൾക്കറിയാലോ. ആ മൊഴി കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ട് കാണും. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് എൻ്റെ മൊഴി എന്ന് ഒറ്റയടിക്ക് ചോദിച്ചാൽ ഞാനിങ്ങനെ പറയാം. ഓരോ ചാനലുകളിലും ഓരോന്ന് എഴുതി കാണിച്ചു. എൻ്റെ മൊഴി ഏതാണെന്ന് മൊഴി ഏറ്റുവാങ്ങിയവർക്കറിയാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രിയപ്പോൾ വന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. നേരത്തെ ഏഷ്യാനെറ്റിന് ഇത് പിടിച്ച ആൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. രാവിലെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. പത്രമാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ കാര്യവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ പോകേണ്ടില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, തൃശ്ശൂരിൽ ഇത്തവണത്തെ പൂരത്തെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. തൃശ്ശൂർ ഇത്തവണത്തെ പൂരത്തെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. എല്ലാ കൃത്യതയോടും കൂടിയാണ് ഇത്തവണത്തെ പൂരം തയ്യാറാക്കിയിട്ടുള്ളത്. ഇത്തവണ വിവാദങ്ങളൊന്നുമില്ലാതെ പൂരം നന്നായി നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞിരിക്കുകയാണെന്നും പൂരം ഒരുമയോടെ നടക്കട്ടെയെന്നും വിവാദങ്ങളും പ്രശ്നങ്ങളും മാധ്യമങ്ങൾ ഉണ്ടാക്കരുതെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. എല്ലാവരും ഒരേ മനസ്സോടെ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കൾച്ചറൽ ഇവൻ്റ് എന്ന് പറയാവുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ വന്നു ചേരുന്ന ഈ പൂരം ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും നന്നായി നടക്കട്ടെ. ഐക്യബോധത്തോടെ, പാരസ്പര്യത്തോടെ, ഒരേ മനസ്സോടെ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വിവാദങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കരുതെന്നാണ് മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പാറമേക്കാവിന്റെ ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. മുരിയാട് അമ്പ് പ്രദക്ഷിണത്തിനിടെ നിയന്ത്രണം വിട്ട ബൈക്ക് പാഞ്ഞു കയറി 14 പേർക്ക് പരിക്കേറ്റു. മുരിയാട് സെന്റ് ജോസഫ് ദേവാലയത്തിലെ അമ്പ് പ്രദക്ഷിണം നടക്കുന്നതിനിടെ ഇന്നലെ രാത്രിയാണ് അപകടം നടന്നത്. വേഴേക്കാട്ട് സെന്ററിൽ നിന്നും പള്ളിയിലേക്ക് നടന്ന അമ്പ് പ്രദക്ഷിണത്തിനിടയിലേക്ക് മുരിയാട് സ്വദേശികളായ അഗസ്റ്റിൻ, അരുൺ എന്നീ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി അപകടം സംഭവിച്ചത്. പ്രദക്ഷിണത്തിന് എതിരെ വന്നിരുന്ന ബൈക്ക് ആളുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബിനോയ്, ബാബു എന്നിവരുടെ പരിക്ക് സാരമുള്ളതാണ്. നെന്മണിക്കര പഞ്ചായത്തിലെ ചെറുവാളിൽ ഉത്സവാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് കുത്തേറ്റു. ഒരാൾക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റു. ചെറുവാൾ സ്വദേശികളായ മുഴുത്തോട്ടിപ്പറമ്പിൽ അമൽ, കോവാത്ത് വീട്ടിൽ സുജിത് എന്നിവർക്കാണ് കുത്തേറ്റത്. അയ്യഞ്ചിറ ശശി എന്നയാൾക്ക് മർദ്ദനമേറ്റു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഉത്സവത്തിനിടെയുണ്ടായ തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. ചെറുവാൾ ഗ്രൗണ്ടിന് സമീപമായിരുന്നു സംഭവം. നീറ്റ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ ഇന്ന് നടന്നു. 5435 സെന്ററുകളായ നടന്ന പരീക്ഷയ്ക്ക് 22.7 ലക്ഷം പേരാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷത്തെ നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. ഇത്തവണ ഭൂരിഭാഗം പരീക്ഷാ കേന്ദ്രങ്ങളും സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരുന്നു. ജില്ലയിൽ 20ഓളം കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടന്നത്. ജില്ലയിലെ സംഘടനാ സ്ഥിതി വിലയിരുത്തി AICC. ഇതിന്റെ ഭാഗമായി നിയോജകമണ്ഡലം, ബ്ലോക്ക് മണ്ഡലം ചുമതല വഹിക്കുന്ന നേതാക്കളെ നേരിൽ കണ്ടു. 2 ദിവസമായി DCC ഓഫീസിൽ ക്യാമ്പ് ചെയ്താണ് AICC സെക്രട്ടറി PV മോഹൻ ജില്ലയിലെ നേതാക്കളെ കണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി ജില്ലയിലെ കോൺഗ്രസ് സംഘടനാ സംവിധാനം ചലിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് വീട് തകർന്നു വീണു. കടവിൽ കളങ്കര വീട്ടിൽ കുഞ്ഞുമോന്റെ ഓടുമീഞ്ഞ വീടാണ് തകർന്നത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും നിലം പതിച്ച നിലയിലാണ്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. അപകട സമയത്ത് കുഞ്ഞുമോൻ വീട്ടിലില്ലായിരുന്നു. തടിമിൽ തൊഴിലാളിയായ കുഞ്ഞുമോൻ ഒറ്റയ്ക്കാണ് താമസം.
പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ തിരുനാൾ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. കേന്ദ്രമന്ത്രിയെ തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, KJ വിൻസെന്റ്, പിയൂസ് ഒലക്കെങ്കിൽ, വിൽസൺ നീലങ്കാവിൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തീർത്ഥകേന്ദ്രത്തിലെത്തിയ സുരേഷ് ഗോപി വിശുദ്ധന്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ വണങ്ങുകയും മെഴുകുതിരികൾ കത്തിക്കുകയും ചെയ്തു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, പ്രവീൺ പറങ്ങനങ്ങാട്ട്, MR വിശ്വൻ, CM സെബാസ്റ്റ്യൻ, സൈമൺ പാലയൂർ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ വോളണ്ടിയർ സേനയ്ക്ക് പ്രത്യേക പരിശീലനം നൽകി. ഗുരുവായൂർ ACP TS സിനോജ് വോളണ്ടിയർ സേന പരിശീലനം ഉദ്ഘാടനം ചെയ്തു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ആവശ്യമായ പാർക്കിംഗ് ഏരിയകൾ പള്ളിയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പള്ളിയിലേക്ക് വാദ്യവും മറ്റ് ചമയങ്ങളുമായി വരുന്ന ക്ലബ്ബുകളും സംഘടനകളും പള്ളിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതും സ്റ്റേഷനിൽ നിന്ന് അനുമതി വാങ്ങേണ്ടതുമാണ്. ട്രാഫിക് നിയന്ത്രണം കർശനമായി പാലിക്കണം. തിരുനാൾ ദിനങ്ങളിൽ റോഡ് സൈഡിൽ വാഹന പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. പാവറട്ടി SIമാരായ TC അനുരാജ്, IB സജീവ്, P രാജു, മുല്ലശ്ശേരി ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ മനോജ് ചന്ദ്രൻ, പാവറട്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ B സജി, വോളണ്ടിയേഴ്സ് ക്യാപ്റ്റൻ MF പ്രിൻസ്, ട്രസ്റ്റിമാരായ OJ ഷാജൻ, KJ വിൻസെന്റ്, പിയൂസ് പുലിക്കോട്ടിൽ, വിൻസെന്റ് നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് കേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദേവാലയ ദീപാലങ്കാരം ആസ്വാദകർക്ക് വിസ്മയ കാഴ്ചയൊരുക്കും. 1.5 ലക്ഷത്തിലേറെ LED ഫിക്സൽ ബൾബുകളാണ് ദേവാലയ ദീപാലങ്കാരത്തിനായി ഉപയോഗിക്കുന്നത്. കൂടാതെ 50ഓളം ഷാർപ്പികളും 20ഓളം LED ബാർലൈറ്റുകളും ദേവാലയ ദീപാലങ്കാരത്തിന് ചാരുതയേകാൻ ഉണ്ടാകുമെന്ന് തിരുനാൾ ദീപാലങ്കാര കമ്മിറ്റി കൺവീനർ BL ഷാജു പറഞ്ഞു. 1.5 ലക്ഷത്തിൽ പരം LED ഫിക്സുകൾ കൊണ്ടാണ് ദീപാലങ്കാരം ഞങ്ങൾ ഒരുക്കുന്നത്. അതിൽ LED ബാർലൈറ്റുകൾ, ഷാർപ്പി, അതുപോലെ മറ്റ് വേറെ ലൈറ്റുകളും വെച്ച് വരുന്ന ഭക്തജനങ്ങൾക്ക് നല്ലൊരു ദൃശ്യവിഷയമായി മാറും. ഈ LED CJ ലൈറ്റാണ് ഇപ്രാവശ്യം ഈ എലിമിനേഷൻ ഞങ്ങളുടെ പാവറട്ടിയിൽ ഒരുക്കുന്നത്. ദീപാലങ്കാര ജോയിന്റ് കൺവീനർ KL ഷാജി, ട്രഷറർ VA ഷാജി, ജോസി VJ, റാഫി CJ, ലിൻഡോ VO, പ്രിൻസ് CF, ആൽവിൻ AJ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ദേവാലയ ദീപാലങ്കാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജെൻസൺ ചുങ്കത്തിന്റെയും ജിനീഷ് ചുങ്കത്തിന്റെയും നേതൃത്വത്തിലുള്ള പാവറട്ടി CJ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആണ് ഇത്തവണയും സ്പെഷ്യൽ എഫക്റ്റോടുകൂടി ദീപാലങ്കാരം ഒരുക്കുന്നത്. 1.5 മാസത്തിലേറെയായി 20ഓളം തൊഴിലാളികൾ രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്താണ് വർണ്ണമനോഹരമായ ദേവാലയ ദീപാലങ്കാരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത്. 9 രാത്രി 8 പാവറട്ടി സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് ആയിരങ്ങളെ സാക്ഷിയാക്കി ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. 9, 10, 11 തീയതികളിലാണ് പ്രസിദ്ധമായ പാവറട്ടി തിരുനാൾ ആഘോഷിക്കുന്നത്. TCV ന്യൂസ്, പാവറട്ടി. ഇനി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. പൂരം പെയ്തിറങ്ങുമ്പോൾ നിറങ്ങൾ കുട ചൂടിയെത്തും. അണിയറയിൽ നിറങ്ങളുടെ വർണ്ണപ്രപഞ്ചം തീർത്ത് കുടകൾ സജ്ജമായി. വർണ്ണവിസ്മയം തീർക്കുന്ന കുടമാറ്റത്തിനുള്ള വർണ്ണക്കുടകളുടെ അവസാനവട്ട മിനുക്കുപണിയാണ് പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും അണിയറയിൽ നടക്കുന്നത്. നിറങ്ങൾ കൊണ്ട് അത്ഭുതം തീർക്കാൻ വ്യത്യസ്തതകൾ കൂടി ചേർത്താണ് ഇത്തവണത്തെ കുട നിർമ്മാണം. സ്പെഷ്യലുകളടക്കം ബഹുവർണ്ണ കുടകൾ വാനോളം ഉയരുന്ന കുടമാറ്റത്തിൽ നിറങ്ങളുടെ മത്സരമാണ് കാണാൻ കഴിയുക. തിരുവമ്പാടിക്ക് വേണ്ടി വർണ്ണക്കുടകളുടെ വിസ്മയ ലോകം തീർക്കുന്നത് അരണാട്ടുകര സ്വദേശി പുരുഷോത്തമനാണ്. ഞാൻ 16 വർഷമായി തിരുവമ്പാടി ദേവസ്വത്തിന് വേണ്ടിയിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ വർക്കുകൾ ഏറ്റെടുത്ത് നടത്തുന്നത്. പൊതുവെ 5-6 വർഷമായിട്ട് ഇപ്പോൾ സൂറത്തിൽ പോയിട്ടാണ് തുണികൾ വരുന്നത്. അപ്പം ഓരോ വർഷം ചെല്ലും തോറും അതിൻ്റെ വെറൈറ്റി തുണികൾ ഇപ്പോൾ ഈ കൊല്ലം എടുത്ത തുണിയുടെ സാമ്പിളുകളൊക്കെ കൊണ്ടുപോകും. അതിനേക്കാളും വ്യത്യസ്തമായ രീതിയിലുള്ള
അട്രാക്ഷനായിട്ടുള്ള തുണികൾ നോക്കിയിട്ടാണ് കളക്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരിക. അതായത് തുണികൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ രൂപത്തിൽ ഞങ്ങൾ കട്ട് ചെയ്ത് നല്ല കളർഫുള്ളാവുന്ന രീതിയിൽ വർക്ക് ചെയ്യും. ആദ്യം തുണികൾ കട്ട് ചെയ്യും, അതിന് പിന്നെ സ്റ്റിച്ച് ചെയ്യണം. 12 പാളിയായിട്ട് വെട്ടിയിട്ട് അത് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫ്രെയിമിലേക്ക് പാകത്തിന് സെറ്റ് ചെയ്യണം. ഫ്രെയിം കയറിയതിന് ശേഷം ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടാണ് പിന്നെ അതിൻ്റെ അലക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിനിഷിംഗ് വർക്ക് ആവുക. ഇങ്ങനെ മാസങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന കുടകളാണ് പൂരത്തിന് വാനിലേക്കുയർന്ന കാണികൾക്ക് മടവിൽ സൗന്ദര്യം സമ്മാനിക്കുന്നത്. പാറമേക്കാവിന് വേണ്ടി കുട നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇത്തവണയും കുന്നത്തങ്ങാടി കിഴക്കേപ്പുരയ്ക്കൽ വസന്തനാണ്. പാറമേക്കാവിന് വേണ്ടി 45 വർഷമായി ഞാൻ ആനച്ചമയത്തിൻ്റെ പണിയാണ്. ഒരാൾക്ക് സാധാരണ കുടയ്ക്കാണെങ്കിൽ ഒരു 2 ദിവസം ഒരാൾ തുന്നേണ്ടി വരും. കുടയുടെ വർക്ക് അനുസരിച്ചിരിക്കും. നല്ല കുടകളാണെങ്കിൽ നമ്മൾ കൂടുതൽ ദിവസം നമ്മൾ പണിയണം. ഇതൊരു സ്വകാര്യത എന്ന് പറഞ്ഞൊരു പണി ആയതുകൊണ്ട് ഒരുപാട് വെറൈറ്റിയും നല്ല കളർഫുള്ളായിട്ടുള്ള കുടകളുണ്ട്. ഞാൻ അനവധി പൂരങ്ങൾക്കുള്ള ആനച്ചമയങ്ങൾ പണിയുന്നുണ്ട്. പക്ഷേ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പണി നടത്തുന്നതിൻ്റെ ഒരു സുഖം, സന്തോഷം വേറെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ഭഗവതിയുടെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പൂരദിനത്തിൽ തേക്കിങ്കാട് മൈതാനിയിലെ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ആനപ്പുറമേറുന്ന കുടകളുടെ വിസ്മയം കാണേണ്ട കാഴ്ചയാണ്. ഒളിപ്പിച്ചു വെച്ച വിസ്മയം ഒന്നൊന്നായി ചുരുൾ നിവരുമ്പോൾ ഇടം വലം പാഞ്ഞ കണ്ണുകളിൽ നിറയുന്ന ആവേശത്തിരയിളക്കം ആർപ്പുവിളിയായി മുഴങ്ങും. പുത്തൻ പരീക്ഷണങ്ങളുടെ കുടമാറ്റ കാഴ്ചയ്ക്കായി അണിയറയിൽ ഒരുക്കങ്ങൾ പൂർണ്ണം. ഇനി ആവേശത്തിലലിഞ്ഞ് ആനപ്പുറമേറി കാഴ്ചയുടെ വിസ്മയം തീർക്കുന്ന കുടമാറ്റ കാഴ്ചയ്ക്കായുള്ള മനം നിറഞ്ഞ കാത്തിരിപ്പാണ്. കുടമാറ്റമില്ലാത്ത തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് ചിന്തിക്കാനാവില്ല. തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് കുടമാറ്റം. പൂരം പെയ്തിറങ്ങുമ്പോൾ പാണ്ടിമേളത്തിന്റെ രൗദ്രതാളത്തിൽ വാനിലേക്കുയരുന്ന കുടകളുടെ വർണ്ണപ്രപഞ്ചം അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്തായാലും കുട നിർമ്മാണം അണിയറയിൽ സജ്ജമാണ്. ക്യാമറമാൻ ഷിബി പോട്ടോറിനൊപ്പം ലിറ്റി ജെയ്സൺ, TCV ന്യൂസ്. തൃശൂർ പൂരത്തിന് തിടംപേറ്റാൻ ഒരുങ്ങി കൊമ്പന്മാർ. തിരുവമ്പാടിക്ക് വേണ്ടി തിരുവമ്പാടി ചന്ദ്രശേഖരനും പാറമേക്കാവിന് വേണ്ടി ഗുരുവായൂർ നന്ദനും പ്രധാന എഴുന്നള്ളിപ്പിൽ കോലമേന്തും. തൃശൂർ പൂരത്തിന് തിടംപേറ്റാൻ ഭാഗ്യം ലഭിച്ച പ്രായം കുറഞ്ഞ ആനയാണ് പാറമേക്കാവ് കാശിനാഥൻ. പാറമേക്കാവിന്റെ പഞ്ചവാദ്യത്തോടുകൂടിയുള്ള രാത്രി എഴുന്നള്ളിപ്പിനാണ് പാറമേക്കാവ് കാശിനാഥൻ തിടംപേറ്റുന്നത്. പാറമേക്കാവിന്റെ തൃശൂർ പൂരം കൊടിയേറ്റത്തിനും തിടംപേറ്റിയത് കാശിനാഥനാണ്. തൃശ്ശൂർ പൂരത്തിന് 3ാമത്തെ കൊല്ലം രാത്രി പഞ്ചവാദ്യത്തിന്റെ കോലം. പിന്നെ നമ്മൾ കൊടിയേറ്റത്തിനുണ്ടാവും. പിന്നെ ആറാട്ടുപുഴ, ഉത്രാളി, അങ്ങനെ മെയിൻ പരിപാടിയൊക്കെ പോകാറുണ്ട്. ആന വേറെ കുഴപ്പമൊന്നുമില്ല. പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളത്തിനും തെക്കോട്ടിറക്കത്തിനും കുടമാറ്റത്തിനും ഗുരുവായൂർ നന്ദൻ ഇത്തവണയും കോലമേന്തും. പൂരപ്പിറ്റേന്ന് നടക്കുന്ന പാറമേക്കാവ് വിഭാഗത്തിന്റെ പകൽപൂരത്തിനും ഉപചാരം ചൊല്ലിപ്പിരിയൽ ചടങ്ങിനും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവകുമാറാണ് തിടംപേറ്റുക. കൂടാതെ പൂരത്തലേന്നുള്ള നൈതലക്കാവ് ഭഗവതിയുടെ തെക്കേ ഗോപുരനട തുറക്കൽ ചടങ്ങിന് കോലമേന്താനുള്ള നിയോഗവും ഇത്തവണയും ശിവകുമാറിനാണ്. തിരുവമ്പാടിയുടെ മടത്തിൽ വരവിനും തെക്കോട്ടിറക്കത്തിനും കുടമാറ്റത്തിനും കൊമ്പൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടംപേറ്റും. തൃശൂർ പൂരത്തിനുള്ള മുന്നൊരുക്കങ്ങളിലാണ് ചന്ദ്രശേഖരനും പാപ്പാന്മാരും. 2007 നടയിരുത്തിയ കൊല്ലം മുതൽ ആന രാത്രി പൂരത്തിന് തിടമ്പാണ് തൃശ്ശൂർ പൂരത്തിന്. പിന്നീട് ശിവസുന്ദറിൻ്റെ വിയോഗത്തിന് ശേഷം 2018 തൊട്ട് ഇങ്ങോട്ട് ചന്ദ്രശേഖരനാണ്. കൊറോണ വന്ന കൊല്ലം പിന്നെ പൂരം ഉണ്ടായില്ല. അപ്പോൾ ആ കൊല്ലം നമ്മൾ അർജുനാന ചടങ്ങ് നടത്തിയത്. ഇപ്പോൾ 6 വർഷമായി തുടർച്ചയായിട്ട് ഇപ്പോൾ തെക്കോട്ടിറക്കത്തിന് കോലം കയറ്റുന്നു ചന്ദ്രശേഖരൻ. ഇന്ന് കേരളത്തിലുള്ള പ്രധാന ഉത്സവങ്ങൾക്കൊക്കെ തിടംപേറ്റാറുണ്ട്. നെന്മാറ അല്ലെങ്കിൽ ഉത്രാളിക്കാവ് പൂരം, പിന്നെ ആറാട്ടുപുഴയിലത്തെ എല്ലാ ചടങ്ങുകൾക്കും സ്ഥിര സാന്നിധ്യമാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ. 25 കൊല്ലമായിട്ട് ചേർപ്പ് ഭഗവതിയുടെ തിടംപേറ്റുന്ന ആനയാണ്. തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിലേക്കുള്ള എഴുന്നള്ളത്തിൽ തിരുവമ്പാടി കണ്ണൻ തിടംപേറ്റും. തിരുവമ്പാടി വിഭാഗത്തിന്റെ രാത്രി എഴുന്നള്ളിപ്പിന് കോലമേന്തുക കൊമ്പൻ കുട്ടംകുളങ്ങര അർജുനനാണ്. തൃശൂർ പൂരത്തിൽ തിടംപേറ്റുന്ന കൊമ്പന്മാരെല്ലാം സൂപ്പർ സ്റ്റാറുകളാണ്. ഇത്തവണ 6 ആനകളാണ് തിരുവമ്പാടിക്കും പാറമേക്കാവിനുമായി തിടംപേറ്റുന്നത്. ഈ ആനകളാകട്ടെ വർഷങ്ങളായി
തൃശ്ശൂർ പൂരത്തിലെ നിറസാന്നിധ്യങ്ങളാണ്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. പൂരനഗരിയുടെ മാനത്ത് കരിമരുന്നിന്റെ വിസ്മയം തീർക്കാൻ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ ഒരുങ്ങി. പ്രകമ്പനങ്ങളും വർണ്ണവെളിച്ച വിസ്മയങ്ങളുമായി പൂരനഗരിയെ ആവേശത്തിമിർപ്പിലാക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ശബ്ദവർണ്ണങ്ങളുടെ സമന്വയമാണ് പൂരം വെടിക്കെട്ട്. അമിട്ട് വർണ്ണക്കാഴ്ചയൊരുക്കുമ്പോൾ ഓലപ്പടക്കം മുതൽ കുഴിമിന്നൽ വരെയുള്ളവ ശബ്ദ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കും. മാലയായി കെട്ടുന്ന ഓലപ്പടക്കത്തിൽ നിന്ന് തുടങ്ങുന്ന വെടിക്കെട്ട് ഗുണ്ടും വിവിധ നിറങ്ങളിലുള്ള അമിട്ടും കുഴിമിന്നലുമൊക്കെയായി പൊട്ടിവിരിയും. 2000 കിലോഗ്രാം വീതം കരിമരുന്ന് ഉപയോഗിച്ചാണ് സാമ്പിൾ വെടിക്കെട്ടും പുലർച്ചെ വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും ഒരുക്കുന്നത്. ഓരോ വിഭാഗവും വർഷം തോറും വെടിക്കെട്ടിൽ സ്പെഷ്യലുകൾ അവതരിപ്പിക്കുക പതിവാണ്. സർജിക്കൽ സ്ട്രൈക്കാണ് തിരുവമ്പാടിയുടെ ഇത്തവണത്തെ സ്പെഷ്യൽ. അമിട്ട് പൊട്ടിയ ശേഷം ഉഗ്രശബ്ദത്തോടെ മാനത്ത് വെടിയുണ്ടകൾ പായുന്ന രീതിയിലാണ് ഇതൊരുക്കിയിരിക്കുന്നത്. കുതിച്ചുയരുന്ന അമിട്ടിൽ നിന്ന് കുട പാരച്ചൂട്ട് പോലെ വിരിഞ്ഞിറങ്ങുമ്പോൾ അതിൽ LED പ്രഭയിൽ സന്ദേശം തെളിയുന്നതാണ് മറ്റൊന്ന്. ആകാശത്ത് പൊട്ടിവിരിഞ്ഞ് വിമാനം പോലെ പറക്കുന്ന ഡ്രാഗൺ ഫ്ലൈറ്റ്, അമിട്ടിൽ നിന്ന് ഒന്നിനു പിറകെ മറ്റൊന്നായി 6 വർണ്ണങ്ങളിൽ വിരിയുന്ന മാജിക് ക്രിസ്റ്റൽ എന്നിവയാണ് തിരുവമ്പാടിയുടെ മറ്റ് സ്പെഷ്യലുകൾ. 1.5 പതിറ്റാണ്ടായി തിരുവമ്പാടി വിഭാഗത്തിനായി വെടിക്കെട്ടൊരുക്കുന്ന മുണ്ടത്തിക്കോട് സതീഷാണ് ഇത്തവണയും വെടിക്കെട്ടൊരുക്കുന്നത്. 1/4 നൂറ്റാണ്ടായി തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കൺവീനറായി ചുമതല നിർവഹിക്കുന്നത് P. ശശിധരനാണ്. പ്രാവശ്യ സാമ്പിൾ വെടിക്കെട്ട് എന്തായാലും തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വളരെ ഭംഗിയായിട്ട് എല്ലാവിധ ചേരുവകളും ചേർത്ത് അണിയറയിൽ എല്ലാ കാര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. പ്രാവശ്യവും നമ്മൾ 3 അമിട്ടുകൾ, വ്യത്യസ്ത 3 അമിട്ടുകൾ നമ്മൾ ഇവിടെ അണിയറയിൽ ഒരുക്കുന്നുണ്ട്. മാജിക് ക്രിസ്റ്റൽ, സർജിക്കൽ സ്ട്രൈക്ക്, ആകാശത്തൊരു ഷൂട്ട് ഔട്ട്, പിന്നെ ഒരു LED കൊടൗട്ട്. അതിലൊരു സന്ദേശമാണ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. അത് കൊടമിട്ട് പൊട്ടി വിരിയുമ്പോൾ ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. കളറിനും ശബ്ദത്തിനും തുല്യത കൊടുത്തുകൊണ്ട് അത് രണ്ടും കൂടി സമന്വയിപ്പിച്ച് ആളുകൾക്ക് കണ്ട് ഇഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള ഒരു വെടിക്കെട്ടാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ഒരുക്കാറുള്ളത്. കത്തി ഉയർന്ന് മാനത്തേക്ക് പോയി താഴേക്ക് ഊർന്നിറങ്ങി വിരിയുന്ന 15 സെറ്റ് കുടകളാണ് ഇത്തവണ പാറമേക്കാവിന്റെ വിസ്മയങ്ങളിലൊന്ന്. മാനത്ത് അക്വേറിയം തീർക്കുന്ന സിൽവർ ഫിഷ്, മിന്നൽ തരംഗമാകുന്ന ഇടിമിന്നൽ എന്നിവയുടെ വിവരമേ പാറമേക്കാവ് പുറത്തുവിട്ടിട്ടുള്ളൂ. വളരെ ഗംഭീരമായിട്ടുള്ളൊരു വെടിക്കെട്ടിൻ്റെ പാറമേക്കാവ് വിഭാഗം കാഴ്ചവെക്കും. സ്പെഷ്യൽ കൂടുതൽ അമിട്ട് ഇതിലായിരിക്കും, വളരെ കളർഫുള്ളായിരിക്കും. കുറേ കാലമായിട്ട് ഈ റെസ്ട്രിക്ഷൻസ് വന്നതിന് ശേഷം അമിട്ടിൻ്റെ സൈസും കാര്യത്തിലും വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിന് വ്യത്യസ്തമായിട്ട് ഇത്തവണ വളരെ ഗംഭീരമായിട്ടുള്ള അമിട്ടുകളുണ്ടാവും. അത് മാത്രമല്ല കാഴ്ചക്കാർ ഇത്തവണ കൂടുതലായിരിക്കും. എല്ലാവരും കാത്തിരിക്കുകയാണ് വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ട് തൃശ്ശൂർ പൂരം കാണാനായിട്ട്. പാറമേക്കാവിനായി വെടിക്കെട്ട് ഒരുക്കുന്നത് കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബാണ്. രാജേഷ് മടത്തലിനാണ് പാറമേക്കാവ് വിഭാഗം വെടിക്കെട്ടിന്റെ ചുമതല. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. തൃശൂർ പൂരത്തിൽ പാറമേക്കാവിന് വേണ്ടിയുള്ള കുട നിർമ്മാണത്തിൽ ഇത്തവണയും സ്ത്രീ സാന്നിധ്യമുണ്ട്. ഇത് 3ാം തവണയാണ് ഇവർ പൂരത്തിന്റെ ഭാഗമാകുന്നത്. കണ്ടശാങ്കടവ് സ്വദേശിനി സ്നേഹ, ചേലക്കര സ്വദേശിനി നജ്മ, ചേറൂർ സ്വദേശിനി വിനീത, ചെറുവത്തേരി സ്വദേശിനി ലതിക എന്നിവരാണ് പാറമേക്കാവിന് വേണ്ടിയുള്ള കുട നിർമ്മാണത്തിലെ സ്ത്രീരത്നങ്ങൾ. പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് ആയതുകൊണ്ട് തന്നെ പൂരത്തിന്റെ ഭാഗമാകാൻ ലഭിച്ച അവസരം ഭാഗ്യമായാണ് ഇവർ കരുതുന്നത്. 3 പേരും ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞതാ. ഞങ്ങൾ വർക്കിന്റെ ഇടയിൽ നിന്നും ഈ വർഷം വന്നതാണ്. പൂരത്തിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. വീട്ടമ്മയായ ലതിക 13 വർഷമായി ഫാൻസി നെറ്റിപ്പട്ട നിർമ്മാണത്തിൽ സജീവമാണ്. ഏറെ പ്രിയം നെറ്റിപ്പട്ട നിർമ്മാണമാണെങ്കിലും തൃശൂർ പൂരത്തിന് ഭാഗമാകാൻ ലഭിച്ച അവസരം ദേവിയുടെ അനുഗ്രഹമായാണ് കാണുന്നതെന്ന് ലതിക പറയുന്നു. 13 വർഷമായിട്ട് ഞാൻ ഫാൻസി നെറ്റിപ്പട്ടം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ആനയുടെ നെറ്റിപ്പട്ടം പഠിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് മുഖേന നമ്മളിങ്ങോട്ട് വന്നതാണ്. കൊടയും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. തുന്നൽ പണി ചെയ്തുകൊണ്ടാണ് എനിക്ക് കൂടുതൽ അങ്ങനെ ഇഷ്ടം. പിന്നെ ഞാൻ ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അടുത്ത പ്രാവശ്യം ഇതുപോലെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ വരും. ലതികയ്ക്ക് ഇത് ആദ്യ അവസരമാണെങ്കിൽ മറ്റു മൂവരും ഇത് 3ാം തവണയാണ് വിശ്വപ്രസിദ്ധമായ പൂരത്തിന്റെ ഭാഗമാകുന്നത്. ഇനിയും അവസരം ലഭിച്ചാൽ പൂരത്തിന്റെ ഭാഗമാകണം എന്നു തന്നെയാണ് ഇവരുടെ ആഗ്രഹം. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. തൃശൂർ പൂരത്തിന് മേളപ്രമാണിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവച്ച് പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരും തിരുവമ്പാടിയുടെ മേളപ്രമാണി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരും.
തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു മേളപ്രമാണിമാർ. തൃശൂർ പൂരത്തിന് തുടർച്ചയായ 3-ാം വർഷവും പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളം കൊട്ടാൻ ഭാഗ്യം ലഭിച്ചത് ദൈവാനുഗ്രഹമായി കരുതുന്നതായി ഇലഞ്ഞിത്തറ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ പറഞ്ഞു. തൃശൂർ പൂരത്തിന് പാറമേക്കാവിലും തിരുവമ്പാടിയിലും കൊട്ടിയ ഏക മേളപ്രമാണിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും 36 വർഷം പാറമേക്കാവിനു വേണ്ടിയും 12 വർഷം തിരുവമ്പാടിക്ക് വേണ്ടിയും മേളം കൊട്ടാനായതായും അനിയന്മാരാർ പറഞ്ഞു. അതിൽ പങ്കെടുക്കുവാൻ പ്രമാണിയാവാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഭംഗിയായി നടത്താം എന്നാണ് എൻ്റെ ആഗ്രഹം. അതനുസരിച്ച് എൻ്റെ ഒപ്പം കൂട്ടുന്ന എല്ലാ കലാകാരന്മാരുടെയും സഹകരണം എനിക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മേളം ഒരു കൂട്ടായ്മയാണ്. എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിലേ വിജയിക്കുകയുള്ളൂ. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇലഞ്ഞിത്തറ മേളത്തിൽ പ്രമാണിയാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അനിയന്മാരാർ അഭിപ്രായപ്പെട്ടു. കിഴക്കൂട്ട് അനിയന്മാരാരെയും ഭാര്യ ചന്ദ്രികയെയും ചടങ്ങിൽ ആദരിച്ചു. ഇലഞ്ഞിത്തറ മേളത്തിന് കിട്ടുന്ന പ്രാധാന്യം തിരുവമ്പാടിയുടെ പാണ്ടിമേളത്തിന് കിട്ടുന്നില്ലെന്ന് തിരുവമ്പാടി മേളപ്രമാണി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർ പറഞ്ഞു. തിരുവമ്പാടിയുടെ മേളം നല്ല രീതിയിൽ കൊട്ടാനായതിൽ ഏറെ സന്തോഷമുണ്ട്. ഇലഞ്ഞിത്തറ മേളം കൊട്ടാൻ ആഗ്രഹമുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആഗ്രഹമുണ്ട് എന്നായിരുന്നു മേളപ്രമാണിയുടെ മറുപടി. മേളപ്രമാണി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരെയും ചടങ്ങിൽ ആദരിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു, ജോയിന്റ് സെക്രട്ടറി B സതീഷ് എന്നിവരും മീറ്റ് ദ പ്രസിൽ പങ്കെടുത്തു. TC വിനോസ്, തൃശൂർ. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. രാജ്യത്തെ മികച്ച മാധ്യമ പ്രവർത്തകയ്ക്കുള്ള രാംനാഥ് കോയങ്കെ ദേശീയ മാധ്യമ അവാർഡ് നേടിയ ജിഷ എലിസബത്തിന് വടക്കാഞ്ചേരി പൌരാവലിയും കേരള ജേർണലിസ്റ്റ് യൂണിയൻ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയും പൌരസ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം സേവ്യർ ചുറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷനായി. നഗരസഭാ കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, വി മുരളി, അജിത് കുമാർ മല്ലയ്യ, ശശികുമാർ കൊടക്കാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ തിരുനാൾ ആഘോഷിച്ചു. തിരുനാളാഘോഷത്തിന്റെ ഭാഗമായി അടിവാരം പള്ളിയിൽ റക്ടർ ഫാദർ മനോജ് മേക്കാടത്തിന്റെയും കുരിശുമുടിയിൽ ഫാദർ റെയ്സൻ തട്ടിലിന്റെയും കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പണം നടന്നു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ആന്റണി തെക്കിനിയത്ത് സന്ദേശം നൽകി. മെയ് 20 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. PG വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു. MK മോഹനൻ, AK ബാലൻ, TK പത്മനാഭൻ, KV റീസൺ തുടങ്ങിയവർ സംസാരിച്ചു. മായന്നൂർ KSRMS ഗ്രാമീണ വായനശാലയിൽ നാടക പ്രവർത്തകർ നാടകാനുഭവങ്ങൾ പങ്കുവച്ചു. CM വാസുദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് T വസന്തകുമാരി അധ്യക്ഷത വഹിച്ചു. T രവീന്ദ്രൻ, MP സ്വാമിനാഥൻ, നടി B വിനീത എന്നിവർ സന്നിഹിതരായിരുന്നു. വിദ്യാർത്ഥികളിലെ സർഗശേഷികൾ പരിപോഷിപ്പിക്കുന്നതിനായി അമ്പലപുരം വിദ്യാലയം UP സ്കൂളിൽ വേനൽക്കാല പഠന കളരി സംഘടിപ്പിച്ചു. ഡിവിഷൻ കൌൺസിലർ ഉഷ രവി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ TN ലളിത അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക KN സതീദേവി, PTA പ്രസിഡന്റ് KK ഷിഖി, ഷൈനി ജോസ്, KA അമൽ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മൺചട്ടികളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, അംഗങ്ങളായ MK ജോസ്, സുധീഷ് പറമ്പിൽ, EK സുരേഷ് എന്നിവർ സംസാരിച്ചു. പച്ചക്കറി
വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വിവിധ കിഫ്ബി പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിന് സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കിഫ്ബി ഹെഡ്ക്വാർട്ടേഴ്സിൽ ചേർന്ന യോഗത്തിൽ കിഫ്ബി അഡീഷണൽ സിഇഒ മിനി ആന്റണി, സീനിയർ ജനറൽ മാനേജർ പി ശൈല, പ്രൊജക്ട് മാനേജർ അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ കിഫ്ബി പണം ചിലവഴിക്കുന്ന പ്രവർത്തികളുടെ നിലവിലെ പുരോഗതി വിലയിരുത്തിയ യോഗത്തിൽ പദ്ധതികളുടെ നിർവഹണത്തിലുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായി എംഎൽഎ പറഞ്ഞു. കൊടകര അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും പൊങ്കാല മഹോത്സവവും ആഘോഷിച്ചു. അഭിഷേകം, മഹാഗണപതി ഹോമം, കളഭാഭിഷേകം, ബ്രാഹ്മണിപ്പാട്ട് എന്നിവയ്ക്ക് ശേഷം പൊങ്കാല ദീപം തെളിയിക്കൽ നടന്നു. തുടർന്ന് ഇരിങ്ങാലക്കുട സനീഷ് നനദുർഗയുടെ സോപാന സംഗീതത്തോടുകൂടി പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്നു. നിരവധി ഭക്തർ മൺകലങ്ങളിൽ പൊങ്കാല തയ്യാറാക്കി ദേവിക്ക് നിവേദിച്ചു. അന്നദാനവും ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും കാർമ്മികത്വം വഹിച്ചു. ആൽത്തറ പഞ്ചാരിക്ക് പെരുവനം കുട്ടൻ മാരാർ പ്രമാണികത്വം വഹിച്ചു. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജെയ്സൺ കൂനംപ്ലാക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സിജോ കാട്ടൂക്കാരൻ സഹകാർമ്മികനായി. ഫാദർ ജെയിംസ് പള്ളിപ്പാട്ട് തിരുനാൾ സന്ദേശം നൽകി. പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാരുടെ ശിഷ്യനായ തിമിലവാദകൻ കുഴൂർ ശിവപ്രസാദ് ഇത്തവണയും തിരുവമ്പാടി പഞ്ചവാദ്യ സംഘത്തിലുണ്ടാകും. 27-കാരനായ ശിവപ്രസാദ് 7ാം തവണയാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ പഞ്ചവാദ്യത്തിൽ തിമിലവാദകനായി എത്തുന്നത്. ശിവപ്രസാദ് ഓരോ വർഷവും പഞ്ചവാദ്യത്തിൽ തിമിലവാദകനായി എത്തുന്നത് 100-ലധികം ക്ഷേത്രങ്ങളിലാണ്. നാരായണമാരാരുടെ ഏറ്റവും അവസാനത്തെ ശിഷ്യനും കൂടിയാണ് ഞാൻ. കുഴൂരിൽ നിന്നും ഇപ്പോൾ നിലവിൽ തിമിലയിൽ ഞാൻ മാത്രമാണ് പുറം പരിപാടികൾക്ക് പോകുന്നത്. തിരുവമ്പാടി വിഭാഗത്തിൽ 7 വർഷത്തോളമായി മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. എറിയാട് കേരളവർമ്മ ഗ്രൗണ്ട് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഇ.ടി. ടൈസൺ എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ഇ.വി. രമേശൻ അധ്യക്ഷത വഹിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. രാജൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹഫ്സൽ, പഞ്ചായത്ത് മെമ്പർമാരായ പി.കെ. മുഹമ്മദ്, സ്നേഹലത തുടങ്ങിയവർ സംസാരിച്ചു. കൂട്ടയോട്ടത്തിന് ശേഷം കാരയിൽ നടന്ന ലഹരി വിരുദ്ധ സംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം കെ.എസ്. ജയ ഉദ്ഘാടനം ചെയ്തു. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു. സമൂഹം അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു പരിപാടി തളിക്കുളം പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പറും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും തളിക്കുളം ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന എം.കെ. ബാബു അന്തരിച്ചു. 10 വർഷക്കാലം തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. കരൾ രോഗത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,755, പവന് 70,040. വെള്ളി ഗ്രാമിന് 107, പ്ലാറ്റിനം ഗ്രാമിന് 3,372 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരത്തിനൊരുങ്ങി തൃശൂർ നഗരം. പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് വൈകിട്ട്. സാമ്പിൾ വെടിക്കെട്ട് TCBയിൽ തത്സമയം. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി. അജിത് കുമാറിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്ന ആക്ഷേപം. മുരിയാട് നിയന്ത്രണം വിട്ട ബൈക്ക് അമ്പ് പ്രദക്ഷിണത്തിനിടയിലേക്ക് പാഞ്ഞുകയറി അപകടം. 14 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം.
തെങ്ങിൻമണിക്കര ചെറുവാളിൽ ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് കുത്തേറ്റു. ചെറുവാൾ സ്വദേശികളായ യുവാക്കൾക്കാണ് കുത്തേറ്റത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.